സുപ്രഭാതത്തിൻ്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അന്നത്തെ താങ്കളുടെ പ്രസംഗത്തിൽ ഒരു കാര്യം പറയണ്ടായി. സുപ്രഭാതം പരസ്യം രഹസ്യമാക്കാറില്ല, അതുപോലെ രഹസ്യം പരസ്യമാക്കാറില്ല എന്നുള്ളത്. ആ ഒരു താങ്കളുടെ ആ ഒരു നിലപാട് അല്ലെങ്കിൽ കോട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായിരുന്നു ശരിക്കും അതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്? സുപ്രഭാതത്തിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് നമുക്കൊക്കെ അറിയുന്നത് പോലെ പിന്നെ പല ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ഇല്ല, അല്ലെങ്കിൽ ബഹിഷ്കരണം എന്നുള്ള രീതിയിലുള്ള ഒരു സ്വരങ്ങൾ പല ഭാഗത്തും കേൾക്കേണ്ടായി. യഥാർത്ഥത്തിൽ ഈ ബഹിഷ്കരിച്ചു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അതല്ലെങ്കിൽ പിന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞാലും അവരൊന്നും നേരിട്ട് നമ്മളോട് ഞങ്ങൾ ബഹിഷ്കരിക്കാൻ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ നേതാക്കന്മാരും നമ്മളവിടെ രാഷ്ട്രീയം നോക്കിയില്ല, പ്രതിപക്ഷം ഭരണപക്ഷം എല്ലാ ഭാഗത്തിലും പ്രമുഖരായ ആളുകളൊക്കെ നമ്മൾ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചതാണ്. ഈ പരിപാടി ഇതുവരെ നീണ്ടുപോകാനുള്ള ഒരു പ്രധാന കാരണം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഉദ്ദേശിച്ച ആളുകളുടെ ഡേറ്റ് കിട്ടാനുള്ള ഒരു താമസം ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും ഇതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഡേറ്റ് തന്നെ നീണ്ടുപോയത്. ഇതിലേക്ക് നമ്മൾ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഞങ്ങൾക്ക് പിന്നെ മെയ് 18-ാം തീയതിക്ക് തന്നു. ആ ഡേറ്റ് കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പുവരുത്തി, ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്തി. അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും സാന്നിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്തി. അവർ രണ്ടുപേരുടെയും സാന്നിധ്യം ഒരേ സമയത്താണ് ഉണ്ടായത്. അത് പിന്നെ സാദിഖ് അലി തങ്ങളെ ക്ഷണിക്കാൻ പോയ സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ക്ഷണിച്ച് അവരെ ഡയറിയിൽ അത് എഴുതി വെച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെയും ഡേറ്റ് ഉറപ്പുവരുത്തി. അതിനുശേഷമാണ് മറ്റുള്ള അതിഥികളെ ക്ഷണിക്കുന്ന കാര്യങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ട് ഇതിലേക്ക് ആദ്യം ഞങ്ങൾ പിന്നെ ശശി തരൂരിനെ ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ അദ്ദേഹത്തിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചമാതിരി ഈ കാര്യങ്ങൾ എത്തിപ്പെടാൻ പ്രയാസമായതുകൊണ്ട് വി ഡി സതീശനെയാണ് പിന്നെ ഞങ്ങൾ പിന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച മറ്റൊരു അതിഥി ഉണ്ടായിരുന്നത്. അത് എന്തോ കാരണത്താൽ, എന്താണ് കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, അത് അവസാന നിമിഷം ക്യാൻസലായി പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല സാറിനെ ക്ഷണിച്ചു. സാറിന് ടിക്കറ്റും വിസയും ഞങ്ങൾ റെഡിയാക്കി കൊടുത്തു. എല്ലാം ഓക്കെ ആക്കി. അദ്ദേഹത്തിൻ്റെ PAക്ക് പിന്നെ വിസ വേണമെന്നാണ്, അതും ഞങ്ങൾ റെഡിയാക്കി. അതിനുശേഷം അദ്ദേഹം വരാൻ പറ്റില്ല എന്ന് പറയണ്ടായി. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇനി പിന്നെ പ്രതിപക്ഷത്തു നിന്ന് ഇനിയിപ്പോൾ ഒരാളെ ആരാവുന്നുള്ളതിന് ഇങ്ങനെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെ ബഹുമാനപ്പെട്ട MP മുരളീധരൻ സാറിനെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം വരാമെന്നേറ്റു. അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അവിടെ കൊണ്ടുപോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഭരണപക്ഷത്ത് ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് അവർകളെയും ക്ഷണിച്ചിരുന്നു. അവരും എത്താമെന്ന് പറഞ്ഞിരുന്നു. ഈ മുരളീധരൻ സാറിനെ ക്ഷണിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചില ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ, വി ഡി സതീശൻ സാറും അതുപോലെ തന്നെ പിന്നെ ചെന്നിത്തല സാറിൻ്റെയും സാന്നിധ്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നോട്ടീസൊക്കെ പ്രചരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രചരണ സോഷ്യൽ മീഡിയ നടത്തി. പിന്നീടാണ് അവർ വരില്ല എന്നുള്ളവർ ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ അടുത്ത ആളെ ഞങ്ങൾ ക്ഷണിച്ച് ഉറപ്പ് വരുത്തിയാലും തൽക്കാലം അവർ ആരാണെന്നുള്ളത് പുറത്ത് വിടണ്ട എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാന നിമിഷം വരെ പിന്നെ MP മുരളീധരൻ പങ്കെടുക്കുന്നു എന്നുള്ള വിവരം സോഷ്യൽ മീഡിയയിലും മറ്റും ഞങ്ങൾ പ്രചരിപ്പിച്ചില്ല. അദ്ദേഹം UAE ഇറങ്ങിയതിന് ശേഷമാണ് പങ്കെടുക്കുന്നു എന്നുള്ളത് ഞങ്ങൾ പ്രചരിപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിനും വരാൻ പറ്റില്ല എന്നുള്ള വിവരം കിട്ടി. അദ്ദേഹം ഞങ്ങളോട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ ഞാൻ ഉൾപ്പെടെയുള്ള സുപ്രഭാതത്തിൻ്റെ ഉത്തരപ്പെട്ട ആളുകൾ, CEO ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വലിയ സമ്മർദ്ദമുണ്ട് പിന്നെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ആരാണ് സാറേ സമ്മർദ്ദം ചെലുത്തുന്നത്? ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ചെറിയ ആളുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ നിങ്ങളെ വിളിച്ച് പറയില്ലല്ലോ. കാര്യപ്പെട്ട ആളുകളുടെ സമ്മർദ്ദമാണ്, നിങ്ങൾ UDFൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം തന്നെ. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഒരു മാർഗ്ഗം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം, എനിക്ക് കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ ആരെങ്കിലും അനുമതി നൽകുകയാണെങ്കിൽ ഞാൻ പരിപാടി പങ്കെടുത്തോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, നിങ്ങൾ ടിക്കറ്റും വിസ എടുത്തിട്ട് വന്നത്, ഞാൻ വേറൊരു പരിപാടി ഏറ്റിട്ടില്ല, അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ ആരെങ്കിലും എനിക്ക് അനുമതി തരാണെങ്കിൽ ഞാൻ പരിപാടി പങ്കെടുത്തോളാം, നിങ്ങൾ വേണുഗോപാൽ നമ്മളെ പിന്നെ KC വേണുഗോപാലായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു പെർമിഷൻ വാങ്ങി തന്നാൽ മതി. അപ്പോൾ ഓക്കെ, ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് വെച്ചു, അങ്ങനെയാണെങ്കിൽ സാറേ ഞങ്ങൾ പിന്നെ ഈ ലോഞ്ചിങ്ങിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ ഒരു മീഡിയ സെമിനാർ ഉണ്ട്, അതേ വേദിയിൽ തന്നെ മീഡിയ സെമിനാറുള്ളത്, എൻ്റെ വേദി ഒന്നും മാറുന്നുണ്ടെങ്കിലും സ്ഥലം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആയിക്കോട്ടെ, ഞാൻ പങ്കെടുത്താൽ കുഴപ്പമില്ല, മറ്റേതിന് എനിക്ക് നിങ്ങൾ പെർമിഷൻ വാങ്ങി തരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ വേണുഗോപാലായിട്ട് KC വേണുഗോപാലായിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഒരു അനുകൂലമല്ല എന്നുള്ളതാണ് സംസാരിക്കുന്ന ആളുടെ മുഖഭാവത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ, വായിച്ചെടുക്കാൻ സാധിച്ചത്. ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അതേ ഞാൻ റാൽബറിയിലുള്ളത്, ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിലുള്ളത്, അതുകൊണ്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, ഞങ്ങൾ തിരിച്ചു വിളിക്കണം, നിങ്ങൾ വിളി ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് സംസാരിച്ച ആളും പറഞ്ഞു. പക്ഷേ പരിപാടി തീരുന്നവരെ തിരിച്ചു വിളി ഉണ്ടായതില്ല. അതുകൊണ്ട് പിന്നെ മുരളീധരൻ സാറ് പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായില്ല. അതേസമയം അദ്ദേഹം മീഡിയ സെമിനാർ വന്ന് ഉദ്ഘാടനം ചെയ്ത് പരിപാടി വിജയമാക്കി തരുകയും ചെയ്തു. ഓക്കെ, സാദിഖ് അലി തങ്ങളെയും വിജയമാക്കി തരുകയും ചെയ്തു. ഓക്കെ, സാദിഖ് അലി തങ്ങളെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയൊക്കെ നേരത്തെ തന്നെ വിളിച്ചു അവരുടെ ഡേറ്റ് എടുത്തെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ജിഫ്രി തങ്ങൾ എടുക്കുന്നതിന് മുമ്പേ അവരുടെ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലും അവർ പരിപാടിയിൽ പങ്കെടുക്കും, നേരത്തെ നിങ്ങൾ അറിയിച്ചിട്ട് ബഹിഷ്കരിക്കുന്ന കാര്യം അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കാത്ത കാര്യം അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ഒരു വിഷയം ഉണ്ടായി, കാരണം കോഴിക്കോടത്തെ മീറ്റിംഗ് വെക്കുന്നത് അതിന് ശേഷമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലേക്ക് എന്താണ് അതിന് സംഘാടക സമിതി അംഗങ്ങൾ എന്ന നിലയിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കതിൽ സങ്കടമുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധം ഉണ്ടാകുന്ന രീതിയിലോ അതല്ലെങ്കിൽ പിന്നെ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള വ്യത്യസ്തമൊന്നും കാണിക്കുന്നില്ല. ഇത് സുപ്രഭാതം ഒരു പൊതുപത്രം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. സമസ്തയും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും ആരോടും അടുപ്പമോ വെറുപ്പോ കൂടാതെ രീതിയിൽ പ്രവർത്തിക്കും. ആ ഒരു നിലപാട് തന്നെ ഗൾഫിൽ ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു വിരോധമോ
പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഈ ബഹിഷ്കരണം ഇവിടെ നടക്കും. അതേ സമയത്ത് തന്നെ UAE-യിലുള്ള ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന KMCC പോലുള്ള സംഘടന പോലും ബഹിഷ്കരിക്കുന്നു എന്നുള്ളൊരു ആഹ്വാനം അതിൻ്റെ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വേദനാജനകമായ ഒരു വാർത്തയാണ് അതൊക്കെ. കാരണം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ആളുകളല്ല ഞങ്ങൾ.